السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين، وصلى الله وسلم وبارك على نبينا محمد وآله وصحبه غر الميامين، وعلى أزواجه الطاهرات والطيبات أمهات المؤمنين، ومن تبعهم بإحسان إلى يوم الدين. ثم ما بعد. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഈ അനുഗ്രഹീത ദിവസം യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച, ഈ അനുഗ്രഹീത പ്രദോഷത്തിൽ, ഈ ഒരു പുണ്യത്തിൽ, നന്മയിൽ ഒത്തൊരുമിച്ച് ഏറെ ഗൗരവപ്പെട്ടതും ശ്രദ്ധേയവുമായ ഒരു ദീനീ വിഷയം പഠിക്കുകയാണ്. അതിനാണ് നമ്മളിവിടെ സമ്മേളിച്ചത്, സന്ധിച്ചത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു സദസ്സിൻ്റെ സദസ്സിൽ നമ്മളെ ഒരുമിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു സദസ്സിൽ, സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു വേദി പങ്കിടാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ നാഥൻ നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെല്ലാം നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ ഈ വേദിയിൽ മനസ്സ് നട്ട് കഴിയുന്ന പലരുണ്ട്. അള്ളാഹു അവരിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ വേദിയിൽ നമ്മളോടൊപ്പം സഹകരിക്കേണ്ടിയിരുന്ന പലരും ഈ ദുനിയാവിനോട് ബന്ധം വിട്ട് അവരുടെ ഖബറിടങ്ങളിൽ പരലോകയാത്രയിലാണ്. അള്ളാഹു ആ ഖബറിടങ്ങളെ നിറഞ്ഞ സന്തോഷത്തിൽ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നിവിടെ സംസാരിക്കുവാനുള്ള വിഷയം കുടുംബജീവിതത്തിൽ ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. ഏറെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കുടുംബജീവിതത്തിൽ മാതൃകയായി എന്നുള്ള വിഷയം സുപ്രധാനമായതിനാൽ, അതറിയൽ, പഠിക്കൽ അനിവാര്യമായതിനാൽ അതിവിടെ പഠിപ്പിക്കപ്പെടുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തോട് വർത്തിച്ചതും പെരുമാറിയതും പിൽക്കാലക്കാർ പഠിക്കുവാനും അറിയുവാനും, സഹാബികൾ ഇവിടെ ജീവിച്ച നാളിൽ സഹാബികളെ വിളിച്ചുകൂട്ടി അത് പഠിപ്പിക്കാറുണ്ടായിരുന്നു. താബഈങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ അവരെ വിളിച്ചുകൂട്ടി അത് പഠിപ്പിക്കപ്പെടാറുണ്ടായിരുന്നു. ഞാൻ ഈ തുടക്കത്തിൽ അതിലേക്കൊരു ചരിത്രത്തെയാണ് ഉദ്ധരിക്കുന്നത്. ഇമാം മുസ്ലിമും അഹ്മദുമൊക്കെ റഹിമഹുമല്ലാഹ് ഉദ്ധരിച്ച ഒരു സുപ്രധാന സംഭവം. അതിൽ ഖൈസ് ഇബ്നു മുഹമ്മദ്
ഇബ്നു നൗഫൽ ഇബ്നു അൽ മുത്തലിബ് എന്ന താബിഈ പണ്ഡിതൻ അല ഉഹദ്ദിസുകും അന്നി വഅൻ ഉമ്മി എന്ന് താബിഈങ്ങളോട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഖൈസ് ഇബ്നു മുഹമ്മദ് എന്നവർ എന്നെക്കുറിച്ചും എൻ്റെ ഉമ്മയെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നാണ് താബിഈങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ താബിഈങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അവർ വിചാരിച്ചത് ഖൈസ് ഇബ്നു മുഹമ്മദിൻ്റെ ഉമ്മയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിൽ താബിഈങ്ങൾ ആശ്ചര്യചിത്തരായത്. പക്ഷേ ഖൈസ് ഇബ്നു മുഹമ്മദിന് റഹിമഹുല്ലാ പറയാനുണ്ടായിരുന്നത് തൻ്റെ ഉമ്മയെക്കുറിച്ചല്ല, പിന്നെയോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചാണ്. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ ശിഷ്യഗണങ്ങളായ സഹാബികളെയും താബിഈങ്ങളെയും വിളിച്ചു ചേർത്ത് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചതിന് സാക്ഷിയാണ് ഖൈസ് ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാ എന്ന താബിഈ പണ്ഡിതൻ. അന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരോട് ചോദിച്ചത് അല ഉഹദ്ദിസുകും അന്നി വഅൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോട് വിശിഷ്യ പ്രവാചക പത്നിമാരോട് പൊതുവിൽ വർത്തിച്ചതിൻ്റെ ചില ചരിത്രങ്ങൾ പിൽക്കാലത്തേക്ക് പകർത്താൻ വേണ്ടിയാണ് ഈ ചോദ്യം. ആ ചോദ്യത്തിൽ സഹാബികളോടും ഇതേപോലെ താബിഈങ്ങളോടുമൊക്കെയാണ് മഹദി ചോദിക്കുന്നത്. തന്നെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഏകസ്വരത്തിൽ വല എന്ന മഹദിയോട് പ്രതികരിച്ചു. അപ്പോൾ പിന്നെ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ വാചാലയായി. എന്താണ് മഹദി പറഞ്ഞത്? ഈ പറയാൻ പോകുന്ന ചരിത്രം എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബത്തോട് പെരുമാറിയത്, കുടുംബത്തിൽ വർത്തിച്ചത്, അവരോടൊത്ത് കഴിഞ്ഞത് എന്നതിൻ്റെ ഒരു വലിയ മാതൃക നമ്മളോട് പറയുന്ന ചരിത്രമാണ്. അത് പിൽക്കാലം ഏറ്റുപാടേണ്ടുന്നതിന് വേണ്ടിയാണ് സഹാബത്തിനെ ഉൾപ്പെടെ വിളിച്ചുകൂട്ടി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് പറഞ്ഞത്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ ആ പ്രാധാന്യത്തിൽ അത് പഠിപ്പിച്ചപ്പോൾ പിൽക്കാലത്ത് ഖൈസ് ഇബ്നു മുഹമ്മദ് ഇബ്നു നൗഫൽ ഇബ്നു അൽ മുത്തലിബ് എന്ന താബിഈ പണ്ഡിതൻ അത് തൻ്റെ ശിഷ്യഗണങ്ങളായ താബിഈങ്ങളെ പിന്നീട് പഠിപ്പിക്കുകയും ചെയ്തത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് لما كانت ليلتي التي كان رسول الله صلى الله عليه وسلم فيها عندي انقلب. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ അന്തി ഉറങ്ങാറുള്ള രാത്രിയായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി പാർക്കുന്നത് വിഹിതം വെക്കപ്പെട്ടിരുന്നല്ലോ.
അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തി കഴിച്ചു കൂട്ടേണ്ട ആ രാത്രിയായപ്പോൾ മഹദി പറയുകയാണ് ഖലബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ നിസ്കരിച്ച് മസ്ജിദിൽ നിന്ന് മൻസിലിലേക്ക്, വീട്ടിലേക്ക് മടങ്ങി വന്നു. തുടർന്ന് ഫവദഅ റിദാഅഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉത്തരീയം അത് അഴിച്ചു വെച്ചു. വനസഅ നഅലൈഹി ഫവദഅഹുമാ ഇൻദ റിജ്ലൈഹി, അവിടുത്തെ പാദരക്ഷകൾ ഊരി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിക്കൽ തന്നെ വെച്ചു. സുമ്മ ബസത തറഫ ഇസാരിഹി അലാ ഫിറാശിഹി, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉടുമുണ്ട് അത് വിരിപ്പിൽ വിരിച്ച് ഫൽതജ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ കിടന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വിരിപ്പിൽ കിടന്നിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു പെരുമാറ്റം, ഉത്തരീയം അഴിച്ച് ഒരിടത്ത് വെച്ചു, ചെരുപ്പ് രണ്ട് മൂരി കാലിൻ്റെ അരികിൽ തന്നെ വെച്ചു, പിന്നെ തൻ്റെ ഇസാർ തുണി അതിൻ്റെ ഒരു ഭാഗം വിരിച്ച് അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നു. എന്നിട്ട് മഹദി പറയുന്നത് ഫലം യൽബിസ് ഇല്ലാ റൈസ മാ ദന്ന അന്നി ഖദ് റഖത്, കുറച്ച് സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയപ്പോൾ അഖദ റിദാഅഹു റുവൈദൻ വൻതഅല റുവൈദൻ ثم فتح الباب وخرج ثم أجافه رويدا എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊരിവെച്ച ഉത്തരീയം തട്ടം അത് റുവൈദൻ വളരെ സാവകാശത്തിലെടുത്തു. വൻതഅല റുവൈദൻ, കാൽക്കൽ ഊരിവെച്ച ചെരുപ്പ് വളരെ സാവകാശത്തിൽ പതിയെ ധരിച്ചു. പിന്നെ വാതിൽ തുറന്ന് പുറത്ത് കടന്ന് വാതിൽ അജാഫഹു റുവൈദൻ മെല്ലെ അടച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉറങ്ങിക്കിടക്കുകയാണെന്നാണ്. പക്ഷേ പതിയെ ചെരുപ്പിടുമ്പോഴും തട്ടമെടുക്കുമ്പോഴും പുറത്തിറങ്ങിയിട്ട് വാതിലടക്കുമ്പോഴും ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവർ ഉറങ്ങിയിട്ടില്ലായിരുന്നു. മഹദി പറയുന്നത് ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കഥകടച്ച് പുറത്തു പോയപ്പോൾ ഫഗീർതു അലൈഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആയിഷ റളിയല്ലാഹു തആല അൻഹ രോഷമിളകി. എന്താ രോഷമിളകാൻ കാരണം? എന്തിനാ രോഷമിളകുന്നത്? എന്തായിരിക്കും കാരണം രോഷമിളകാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എല്ലാം പതിയെ ചെയ്ത് വാതിൽ പതിയെ അടച്ച് പോയത് മറ്റൊരു ഭാര്യയുടെ അടുക്കലേക്കായിരിക്കാം എന്ന വിചാരത്താൽ, വിശ്വാസത്താലായിരിക്കാം അവർക്ക് രോഷം വിളകിയത്. അതുകൊണ്ട് തന്നെ എന്താണ് അവർ ചെയ്തത്? അവർ പറയുകയാണ്, ഫന്തലഖ്തു അലാ ഇസ്രിഹി, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലൂടെ പോയി, ബാക്കിൽ പോയി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലൂടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് ഹത്താ ഇദാ ജാഅ ഇലാ അഹ്ലിൽ ബഖീ ഫഖാമ ഫഅതാല അൽ ഖിയാം വറഫഅ യദൈഹി സലാസൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിചാരിച്ചിടത്തേക്കല്ല, പിന്നെയോ ബഖീ ഖബർസ്ഥാനിലേക്കാണ് പോയത്.
ബഖീലെത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാമ വ അതാലൽ ഖിയാമ എന്നാണ്, അവിടെ ദീർഘനേരം നിന്നു. വറഫഅ യദൈഹി സലാസൻ, ആ ഖബർസ്ഥാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 തവണ കൈകൾ ഉയർത്തി ദുആ ചെയ്തു എന്നാണ്. ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ആവർത്തിച്ച് അലട്ടി ചോദിക്കണമെന്നാണല്ലോ. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം കൈപൊക്കി ദുആ ചെയ്തു, പിന്നെ താഴ്ത്തി വീണ്ടും കൈപൊക്കി ദുആ ചെയ്തു, അങ്ങനെ 3 തവണ ദുആ ചെയ്തു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ഭാര്യമാരുടെ ഹുജറയിലേക്കായിരുന്നു പോയിരുന്നത് എങ്കിൽ, ഹുജറകളൊക്കെ എവിടെയുള്ളത്? മസ്ജിദ് നബവിൻ്റെ പരിസരത്താണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറയുടെ ലംബമായിട്ടാണ്, വടക്ക് ഭാഗത്തേക്കാണ് ഇതര ഹുജറകളുള്ളത്. അതിന് മുന്നിലായിട്ട് ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറ തെക്ക് ഭാഗത്തുള്ളത്. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കാണ് പോയത്? ഇവിടെ നിന്നല്ല, പിന്നെ ബഖീ ഖബർസ്ഥാനിലേക്കാണ്. ഇന്നത്തെ പോലെയല്ല. അന്നത്തെ ബഖീ ഖബർസ്ഥാനും അതിലേക്കുള്ള വഴിയും ദുർഘടാണ്. ബഖീ ഖബർസ്ഥാനിൽ കുറേ മയ്യത്തുകളൊന്നും മറമാടപ്പെട്ടിട്ടില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ഖബർസ്ഥാനിലേക്കും പോയി. അതുകൊണ്ടാണ് അവിടെ ദീർഘനേരം നിന്ന് 3 തവണ കൈ ഉയർത്തി എന്നുള്ളതൊക്കെ. ഇതൊക്കെ രാവിൻ്റെ മറവിൽ, ഇരുളിൻ്റെ നിഴലിലാണ് നടക്കുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖബർസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ. അതിൻ്റെ ബാക്കി ഭാഗം അറിയിക്കും. പക്ഷെ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈറയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അങ്ങോട്ടും പോയത്? ആ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരുണ്ടോ? താമസിക്കുന്ന ഉണ്ടോ? അവിടെ ഭാര്യയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മറിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു തആല അൻഹ താമസിക്കുന്നത് ആ ഭാഗത്താണ്. മരിയയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാർപ്പിച്ചിരുന്നത് ബനു നദീർ ഗോത്രക്കാർ താമസിച്ചിരുന്ന ഭാഗത്ത് അൽ മഷ്റുബ എന്ന പേരിൽ ഒരു തോട്ടമുണ്ട്. ഇന്നും ആ തോട്ടം മഷ്റുബത്തു ഉമ്മി ഇബ്രാഹിം എന്ന പേരിൽ, ഉമ്മു ഇബ്രാഹിം. ആരാ ഈ ഉമ്മു ഇബ്രാഹിം? ആരാ? മരിയ റളിയല്ലാഹു തആല അൻഹയിലല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്രാഹിം കുട്ടി ഉണ്ടായത്. അതുകൊണ്ട് അവർ ഉമ്മു ഇബ്രാഹിം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അവരെ പാർപ്പിച്ച ആ തോട്ടം മഷ്റൂബയായത് കാരണത്താൽ മഷ്റൂബത്തു ഉമ്മി ഇബ്രാഹിം എന്ന പേരിലാണ് ഇന്നും അതറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോക്ക് ആ ഭാഗത്തേക്കാണോ എന്ന് നനച്ചാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുടർന്ന് ബഖീയിലേക്ക് വരെ എത്തിയത്. പക്ഷേ ബഖീയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ദുആ ചെയ്യുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സുമ്മൻ ഹറഫ്, 3 തവണ കൈ ഉയർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ മതിയാക്കിയിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റസൂലുള്ളാഹി ആരെ കാണും? ആയിഷയെ കാണും. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സുമ്മൻ ഹറഫൻ ഹറഫ്തു, ഞാനും തിരിഞ്ഞു മുന്നേ കാണാതിരിക്കാൻ വേണ്ടി. ഫഅസ്റഅതു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞ് നടക്കുമ്പോൾ വേഗത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാനും വേഗത കൂട്ടി നടന്നു. വഹർവല ഫഹർവൽതു, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി. ഫഹർവൽതു, അപ്പോൾ ഞാനും ഓടി. അപ്പോൾ മുന്നിലാരാ ഓടുന്നത്? ആയിഷ റളിയല്ലാഹു തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞ് നടന്നു, പിന്നെ വേഗത്തിൽ നടന്നു, പിന്നെ ഓടി എന്നാണ്. തീർന്നില്ല. മഹദി പറയുകയാണ്, ഫഅഹ്ദറ വഅഹ്ദർതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിച്ചു പാഞ്ഞു എന്നാണ്. ഓടി, അതാണ് ഹർവല. പിന്നെ അഹ്ദറ ഫഅഹ്ദർതു, കുതിച്ചു പാഞ്ഞു, അപ്പം ഞാനും കുതിച്ചു പാഞ്ഞു. മഹദി പറയുകയാണ്, ഫസബഖ്തുഹു വദഖൽതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുതിച്ചു പാഞ്ഞപ്പോൾ ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകടന്ന് ഹുജറയിലേക്ക് എത്തിയത്. അങ്ങനെ ഞാൻ ദഖൽത്തു,
ഹുജറയിൽ പ്രവേശിച്ചു. മഹദി പറയുകയാണ്, ഫലൈസ ഇല്ലാ അനിൽ തജഅതു ദഖൽ. ഞാൻ അറയിൽ പ്രവേശിച്ചിട്ട് കട്ടിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറയിൽ കയറി. അറയിൽ കയറിയപ്പോൾ എന്താ കാണുന്നത്? മഹദി പറയുകയാണ്, അവർ ഈ സ്പീഡിൽ നടന്ന് പിന്നെ ഓടി പിന്നെ കുതിച്ചോടിയിട്ടാണ് വന്നിട്ട് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല കിടക്കുമ്പോൾ അവരുടെ നെഞ്ചിടിക്കുന്നുണ്ട്, വയറ് വീർത്ത് മുട്ടുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, യാ ആയിഷ് മാലക്കി ഹഷിയൻ റാബിയ. ആയിഷ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഹഷിയൻ റാബിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഞ്ചിടിക്കുന്നു, വയറ് വീർത്ത് മുട്ടുന്നു. ഹഷിയൻ എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ നിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന നെഞ്ചിടിപ്പ്, പിന്നെ കിതച്ച് പാഞ്ഞാലുണ്ടാകുന്ന ആ വയറിൻ്റെ വീർപ്പ് മുട്ട്, ഇത് രണ്ടുമുണ്ട്. എന്താണ് ഇങ്ങനെ നെഞ്ചിടിക്കുന്നത്, എന്താണ് വയറ് വീർത്ത് മുട്ടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ് ആയിഷയോട്. എങ്ങനെ ചോദിക്കുന്നത്? യാ ആയിഷ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ് എന്നാണ് വിളിക്കുന്നത്, ആയിഷത്തു എന്നാണ്. പക്ഷെ വിളിക്കുമ്പോൾ യാ ആയിഷ്, ഓമനത്തം തുളുമ്പിയുള്ള സ്നേഹവിളിയാണത്. മാലക്കി ഹഷിയൻ റാബിയ എന്ന് ചോദിച്ചു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ത് പറയും? അവർ പറഞ്ഞു, ലാ ശൈ, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലതുഖ്ബിരീനി ഔ ലയുഖ്ബിറന്നി അൽ ലതീഫുൽ ഖബീർ. ആയിഷ, എന്നോട് നിങ്ങൾ പറഞ്ഞോളി, പറയുക തന്നെ വേണം. അതില്ല എങ്കിൽ അൽ ലതീഫുൽ ഖബീറായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറയും, എന്തിനാണ് നിങ്ങളിങ്ങനെ ശ്വസിക്കുന്നത്, നിങ്ങളുടെ വയറ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വീർത്ത് മുട്ടുന്നത്, അതിൻ്റെ രഹസ്യം എന്നോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പറഞ്ഞോളി എന്ന് പറഞ്ഞു എന്നാണ്. ആയിഷ റളിയല്ലാഹു തആല അപ്പോൾ, യാ റസൂലല്ലാഹ് ഫിദാക അബി വ ഉമ്മി, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, ഫിദാക അബി ഉമ്മി എന്നാണ് അതൊരു പ്രയോഗമാണ്. നിങ്ങൾക്ക് എന്തൊരു പ്രയാസമേൽക്കുകയാണ് എങ്കിലും അത് നിങ്ങൾ കേൾക്കരുത്, അതിന് പകരം ഞാൻ എൻ്റെ മാതാപിതാക്കളെ സമർപ്പിച്ചാലും ശരി, നിങ്ങൾ സുരക്ഷിതനാകണം എന്ന ആശയത്തിലൊരു പ്രയോഗമാണ്. എന്നിട്ട് മഹദി പറയുകയാണ്, ഫഅഖ്ബർതുഹു, കാര്യം ഞാൻ പറഞ്ഞു. എന്താണ് ഈ കഥക്കണത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വന്ന് പതിവ് പോലല്ല വിരിപ്പിലേക്ക് കിടന്നത്, ചെരുപ്പ് ഊരി വെച്ചത്, തട്ടമഴിച്ചു വെച്ചത്, പിന്നെ ഞാൻ ഉറങ്ങിയോന്ന് ഉറപ്പാക്കിയതിന് ശേഷം നിങ്ങൾ മെല്ലെ തട്ടം തലയിലെടുത്തിട്ട് ചെരുപ്പ് മെല്ലെ ധരിച്ച് പുറത്തിറങ്ങിയിട്ട് മെല്ലെ വാതിലടച്ച് പോയപ്പോൾ എനിക്ക് എൻ്റെ രോഷം ഇളകി എന്നുള്ള വിഷയം അത് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മഹദിയോട് ചോദിക്കുകയാണ്, യാ ആയിഷ, യാ ആയിഷ അഗീർത്തി, ആയിഷ നിങ്ങളുടെ രോഷമിളകിയോ ഞാനങ്ങനെ പുറത്തു പോയപ്പോൾ? അപ്പം മഹദി പറഞ്ഞു, യാ റസൂലല്ലാഹ് മാലില യഗാറു മിസ്ലി അല മിസ്ലിക്. തിരുദൂതരെ, അങ്ങേപ്പോലുള്ള ഒരാളുടെ വിഷയത്തിൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് എങ്ങനെ രോഷമിളകാതിരിക്കും? രോഷമിളകിയാൽ അതിൽ പരിഭവപ്പെടാൻ എന്താണ്? അങ്ങയുടെ വിഷയത്തിലല്ലേ എൻ്റെ രോഷം ഇളകുന്നത്, അത് സ്വാഭാവികമല്ലേ എന്ന രീതിയിലാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുമായി ഈ വിഷയമൊക്കെ സംവദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പിന്തുടർന്ന ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആരെയാണ് ഈ പിന്തുടരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയെ പിന്തുടരുമ്പോൾ ഏതൊരു വിഷയത്തിലേക്കാണ് ഇറങ്ങി പുറപ്പെട്ടത്?
ഇന്നായിരുന്നുവെങ്കിൽ ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് ഇത്തരം ഒരു കേസിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, പെരുമാറുക? ഇവിടെ തീർന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഞാൻ എങ്ങനെ രോഷപ്പെടാതിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് ചോദിക്കുകയാണ്, അദനൻതി അൻ യഹീഫല്ലാഹു അലൈകി വറസൂലുഹു. ആയിഷ, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങളോടൊരു അന്യായം ചെയ്യുമെന്ന് നിങ്ങൾ ധരിച്ചോ? അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചു പോയോ, വിചാരിച്ചോ എന്ന് ചോദിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളോടൊരു അന്യായം ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം. പക്ഷേ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും എന്ന് പ്രയോഗിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ വഹീനെ തുടർന്നാണല്ലോ. അതുകൊണ്ടാണ് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നിങ്ങളോടൊരു അന്യായം ചെയ്യുമെന്ന് നിങ്ങൾ ധരിച്ചോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിനോട് പ്രതികരിക്കണം എങ്ങനെയെന്നറിയോ? മഹ്മാ യക്തമിന്നാസ് യഅലമുഹുല്ലാഹ്. ആളുകൾ എത്ര ഒളിപ്പിച്ച് വെച്ചിട്ടും കാര്യമല്ല, അള്ളാഹു അതറിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ അക്രമം, അന്യായം കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കില്ല, അങ്ങനെ ഞാൻ ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്കറിയും. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ അങ്ങനെ വിചാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടൊരു അന്യായം കാണിച്ചതാണ്. കാരണം എൻ്റെ കൂടെ അന്തി ഉറങ്ങേണ്ട രാത്രി ഇവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോയി മറ്റൊരറയിൽ അന്തി ഉറങ്ങുക എന്നുള്ളൊരു അന്യായം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു പോയി എന്നാണ് ആയിഷ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ആയിഷ പറയുകയാണ്, ഫലഹദനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹ്ദതൻ ഫീ സദ്രി ഫൗജഅത്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ വിരലുകൊണ്ട് ആയിഷയുടെ മാറിൽ ഒരു കുത്ത്, അതിനൊരു നോവുണ്ടായി എന്ന് മഹദി പറയണം. ഞാനൊരു അന്യായം നിങ്ങളോട് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നതിന് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞതിൽ ഒരു പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരലുകൊണ്ടൊരു കുത്തു കൊടുത്തു എന്നാണ്. അതിനൊരു നോവുണ്ടായി എന്ന് മഹദി പറയണം. ഇന്നൊക്കെയാണ് എങ്കിൽ എന്തായിരിക്കും പുകിൽ ചെകിട് എത്ര തവണ പുകയും എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ അറബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മാന്യമായി ഹൃദ്യമായി പെരുമാറുകയാണ്. തുടർന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നോട് ചോദിച്ചു, അലഖദ് ജാഅകി ശൈത്താനുകി. ആയിഷ, നിങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങളുടെ ശൈത്താൻ വന്നോ എന്ന്. നോക്കണം സംവാദം എങ്ങനെയാണ്. നിങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളുടെ ശൈത്താൻ വന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ ആയിഷ റളിയല്ലാഹു തആല, അവ മഅയ ശൈത്താൻ, എൻ്റെ കൂടെ ശൈത്താനോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, നിങ്ങളുടെ കൂടെ ശൈത്താനുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല, വമഅ കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യന്മാരുടെ കൂടെയും ശൈത്താനുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, അതെ, എല്ലാവരുടെ കൂടെയും ശൈത്താനുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ, വമഅക്, നിങ്ങളുടെ കൂടെയും ശൈത്താനുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, എൻ്റെ കൂടെയും ശൈത്താനുണ്ട്. ഇല്ല അന്ന റബ്ബി ഖദ് ആനനി അലൈഹി ഫഅസ്ലം. പക്ഷേ എൻ്റെ കൂടെയുള്ള ശൈത്താനെതിരിൽ അള്ളാഹുവിൻ്റെ സഹായം എനിക്കുണ്ടായി, അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ്. ആ ശൈത്താൻ ഇസ്ലാം സ്വീകരിച്ചവനുമാണ് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് സംസാരിച്ചു എന്നാണ്. ഈ ഹദീസിൻ്റെ ചില നിവേദനങ്ങളിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവിടെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയ വിഷയം പറയുന്നതും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് എന്തിനാണ് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയത് എന്നത്. ഇന്ന ജിബ്രീല ജാഅ ഫനാദാനി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, എന്നെ വിളിച്ചു. അങ്ങനെ വഖാൽ, ജിബ്രീൽ പറഞ്ഞു,
ഇന്നല്ലാഹ യഅ്മുറുക അൻ തഅതിയ അഹ്ലൽ ബഖീ ഫതസ്തഗ്ഫിറ ലഹും. ജിബ്രീൽ വന്നിട്ട് എന്നെ അറയിൽ നിന്ന് വിളിച്ച് പുറത്ത് നിർത്തിയിട്ട് പറഞ്ഞത്, അള്ളാഹു നിങ്ങളോട് ബക്കീ ഖബർസ്ഥാനിൽ മറമാടപ്പെട്ടവരുടെ അടുക്കൽ ചെല്ലാൻ കൽപ്പിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുവാനും എന്ന് ജിബ്രീൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ പോയതിൻ്റെ കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് സമാധാനം വരുവോളം അവർ തൻ്റെ ആ പോക്കിൽ അനിഷ്ടത്തിലായിട്ടില്ലെങ്കിൽ അവർ ആശ്വസിക്കും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അവിടെയാണ് ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുന്നത്, എങ്കിൽ മാദാ അഖൂൽ, ഞാൻ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാറത്ത് നിർവഹിക്കുമ്പോഴുള്ള സുപ്രസിദ്ധമായ ദുആ, അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ യർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഅഖിരീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അതേപോലെ അസ്സലാമു അലൈക്കും അഹ്ല ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും അൻതും സലഫുനാ വനഹ്നു അലൽ അസർ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ എന്ന് തുടങ്ങിയ ദുആയൊക്കെ ആയിഷ റളിയല്ലാഹു തആലാനെ പഠിപ്പിച്ചത് ഈ ഒരു സന്ദർഭത്തിലാണ് എന്നും ചില നിവേദനങ്ങളിൽ നമ്മൾ വായിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കുടുംബത്തോട് എങ്ങനെ വർത്തിച്ചു എന്നുള്ളത് തൻ്റെ ശിഷ്യഗണങ്ങളെ വിളിച്ചു ചേർത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ, അലാ ഉഹദ്ദിസുകും അന്നി വഅൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ ഈ പറയാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏറെ ശ്രദ്ധേയമാണ്. എല്ലാവരും കരുതലോട് കൂടി പഠിച്ച് ജീവിതത്തിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടതാണ് എന്നത് ദ്യോതിപ്പിക്കാനാണ് ഈ ചോദ്യം തന്നെ. അതില്ലെങ്കിൽ മഹദിക്ക് സംഭവം പറഞ്ഞാൽ മതി. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ആ ഒരു രാത്രി ഇശ നിസ്കാരത്തിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയിൽ സംഭവിച്ചത്, മസ്ജിദുൻ നബവിയുടെ പരിസരത്ത്, ആ ഹുജറയുടെ പരിസരത്ത് ബഖീ ഖബർസ്ഥാൻ്റെയും ഹുജറയുടെയും ഇടയിൽ സംഭവിച്ച ഈ ഒരു വിഷയം, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു വൈവാഹിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ എങ്ങനെ പെരുമാറി, കുടുംബജീവിതത്തിൽ ഒരു ഗൃഹനാഥൻ എങ്ങനെ വർത്തിക്കണം, പെരുമാറണം എന്നതിൻ്റെയൊക്കെ എത്രയെത്ര മാതൃകകളാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. അത് കൊള്ളുന്നതിൻ്റെയും കൊടുക്കുന്നതിൻ്റെയും വിഷയത്തിൽ മാത്രമല്ല, ഈ ഒരു സംഭവത്തെ നമ്മൾ അതിലേക്കൊന്ന് മനസ്സ് നട്ടാൽ അതിൻ്റെ ഓരോ പ്രയോഗങ്ങളെയും ആയിഷ റളിയല്ലാഹു തആലാനെ പ്രയോഗിച്ചത്, ഞാനത് അറബിയിൽ തന്നെ കേൾപ്പിച്ചത്, അതിൻ്റെ ഓരോ പ്രയോഗങ്ങളും എത്രയെത്ര പാഠങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആലാനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ചില പെരുമാറ്റങ്ങൾ ഉണ്ടായി എന്നത് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. പ്രയാസപ്പെടുത്തുന്ന പെരുമാറ്റം ഉണ്ടായില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇவ்விധം എഴുന്നേറ്റ് പോയതും തൻ്റെ സ്വാർത്ഥമായൊരു കാര്യം നേടാനോ തൻ്റെ ഒരു ആഗ്രഹം സഫലീകരിക്കാനോ അല്ല. പ്രത്യുത ബഖീ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ പാപമോചനത്തിന് വേണ്ടി തേടാനാണ്. ആ വിഷയത്തിൽ തന്നെ തെറ്റിദ്ധരിച്ചാണ് തൻ്റെ ഭാര്യ ഇരുളിൻ്റെ മറവിൽ
തൻ്റെ പിന്നാലെ വരുന്നത്. തൻ്റെ കാൽവെപ്പുകളെ നോക്കി ആ ഖബർസ്ഥാൻ വരെ വന്ന് പിന്നിൽ നിൽക്കുന്നത്, നിരീക്ഷിക്കുന്നത്. അവർക്ക് അഭിമാന രോഷമിളകിയതിനാൽ പിന്നാലെ കൂടിയതാണ്. അതവർ പറയുകയാണ്. എന്നിട്ട് ഇതൊക്കെ കണ്ടും അറിഞ്ഞും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് വരുമ്പോൾ തൻ്റെ മുമ്പിൽ ഒരാൾ രൂപം കാണുന്നുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുന്നുണ്ട്, അൻതി സവാദുല്ലദി റഅയ്തു അമാമി, ബഖീഖ് ഖബർസ്ഥാനിൽ ഞാൻ മടങ്ങുമ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട കറുത്ത രൂപം അത് നിങ്ങളായിരുന്നുവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവനാം അതെ എന്ന് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ കണ്ട് ഇതൊക്കെ കേട്ടിട്ടും എത്ര സുന്ദരമായിട്ടാണ് പ്രതികരിച്ചത്, എത്ര മാന്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃക കാഴ്ചവെച്ചത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹൽ മാതൃകയായിട്ട് ആയിഷ റളിയല്ലാഹു തആല എന്ന പിൽക്കാരക്കാരെ പഠിപ്പിച്ചത്. അതിന് സാക്ഷിയായ ഖൈസ് ഇബ്നു മുഹമ്മദ് ഇബ്നു നൗഫൽ, താബിഈങ്ങളിൽ പ്രസിദ്ധൻ, തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അലാ ഉഹദ്ദിസുകും അന്നി വ അൻ ഉമ്മി, എന്നെക്കുറിച്ചും എൻ്റെ ഉമ്മയെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല ഈ കഥിച്ചതും പറഞ്ഞതും അദ്ദേഹം അവിടെ പകരുകയുണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തോടുള്ള വർത്തനത്തിൽ, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇദാ കരിഹ മിൻഹാ ഖുലുഖൻ വറദിയാൻ ആഖർ എന്ന്. കുടുംബിനിയിൽ നിന്നുണ്ടാകുന്ന അനിഷ്ടങ്ങൾ, അതിൽ ലാ യഫ്റുഖ് എന്ന് പറഞ്ഞാൽ എന്താ? തീരാവെറുപ്പ്, അടങ്ങാത്ത പക, ദേഷ്യം, ഇതൊരാളും വെച്ച് നടക്കരുത് എന്നാണ്. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ അനിഷ്ടങ്ങളുണ്ടാകും, അസ്വാരസ്യങ്ങളുണ്ടാകും, അസഹ്യമായത് പലതും ഉണ്ടാകും. ആദരവുറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ ഒരു ചരിത്രമാണ് നമ്മൾ കേട്ടത്. മറ്റു ഭാര്യമാരിൽ നിന്നൊക്കെ ഇതുപോലത്തെ അനുഭവങ്ങളും വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചിലത് സന്താപത്തിൻ്റേതാണ് എങ്കിൽ മറ്റു ചിലത് സന്തോഷത്തിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ സന്താപങ്ങളെ അല്ലെങ്കിൽ സങ്കടങ്ങളെ മാത്രം പെരുപ്പിച്ച് നിത്യ ദേഷ്യത്തിൻ്റെ ആളായിട്ട് പരിണമിക്കാൻ പാടുള്ളതല്ല. പ്രത്യുത സന്തോഷിക്കുന്ന, സ്നേഹിക്കുന്ന, സൗഹൃദത്തിലാകുന്ന സമയങ്ങളുണ്ട്. അതിനെയും മുഖവിലക്കെടുത്ത് സന്തുലിതത്വം പുലർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ മഹാസംഭവത്തിൽ അത് നന്നായി നമ്മൾ വായിക്കുന്നു. ഞാനൊരു ചരിത്രം, അതൊരു കൗതുക വാർത്തയാണ്, സദസ്സൊന്ന് ഉഷാറാകാൻ കൂടിയാണ് ഞാനത് ഉദ്ധരിക്കുന്നത്. അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല ഇവിടെ ഭരണം നടത്തിയിരുന്ന കാലത്ത് കഅബയുടെ പരിസരത്ത് മത്താഫിൽ അദ്ദേഹം ഒരു അത്ഭുതം കാണാൻ. സംഭവം മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അൽ ഫാക്കിഹി അദ്ദേഹത്തിൻ്റെ അഖ്ബാർ മക്കയിൽ ഉദ്ധരിച്ച ഒരു ചരിത്രമാണ്. വേറെയും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. വിഷയം എന്താ? ഒരു അറാബി ഹജ്ജിന് വന്നതാണ്. അയാൾ തവാഫ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീയെ പുറത്തേറ്റിയിട്ടാണ് തവാഫ് ചെയ്യുന്നത്. ഒരു സ്ത്രീയെ പുറത്തേറ്റിയിട്ടാണ് തവാഫ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല, തവാഫിനിടയിൽ ഇയാൾ പാടുന്നുണ്ട് എന്ത്? സിർതു ലഹാ ജമലൻ ദലൂല
മുവത്തഅൻ അത്തബിഉ സുഹൂല ഉഅദ്ദിലുഹാ ബിൽ കഫി അൻ തസൂല വഅഹ്ദറു അൻ തസ്ഖുത ഔ തമീല വഅൻവി ബിദാക നായിലൻ ജസീല. ഈ കവിത ചൊല്ലിയിട്ടാണ് ഈ സ്ത്രീയെ പുറത്തേറ്റിട്ട് ഇയാൾ തവാഫ് ചെയ്യണത്. ആരായിരിക്കും പുറത്തേറ്റിട്ട് തവാഫ് ചെയ്യണത്? ഈ സ്ത്രീ ആരായിരിക്കും? അയാൾ പറയുന്നത് എന്താണെന്നറിയോ? സിർത്തുലഹ ജമലൻ ദലൂല, ഒതുക്കപ്പെട്ട മെരുക്കപ്പെട്ട ഒരൊട്ടകമായിട്ടുണ്ട് ഞാൻ. ആർക്ക്? ഈ പുറത്തേറ്റപ്പെട്ട സ്ത്രീക്ക്. മുഅത്തൻ അത്തബിഉ സുഹൂല, എല്ലാ വഴികളും താണ്ടി ഞാൻ വളരെ വിധേയമായ ഒരൊട്ടകാണ് എന്ന് മാത്രമല്ല, ഉഅദ്ദിലുഹാ ബിൽ കഫി അൻ തസൂല, ഇവൾ ഈ സ്ത്രീ തെറ്റി വീഴാതിരിക്കാൻ ഞാൻ എൻ്റെ കൈകൊണ്ട് തടുക്കുന്നുണ്ട്. പിന്നെ വഅഹ്ദറു അൻ തസ്ഖുത ഔ തമീല എന്നാണ്, വീഴാതിരിക്കാനും ചെരിയാതിരിക്കാനും ഞാൻ നല്ല കരുതലിലാണ് ഇവരെ ഏറ്റിയിട്ട് തവാഫ് ചെയ്യണമെന്ന് പറയാണ്. വഅൻവി ബിദാക നായിലൻ ജസീല, ഇത് ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ വലിയ കൂലിയാണ് ഞാൻ നിയ്യത്താക്കുന്നത് എന്നാണ് അവർ പറയുന്നത്, ഈ ആറാബി പറയുന്നത്. അപ്പോൾ ആരായിരിക്കും? ഉമ്മയായിരിക്കും അല്ലേ? ഉമർ അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, ആയി റഹിമകല്ലാഹ്, മൻ ഹാദിഹില്ലതി തഹുജ്ജു ബിഹ, അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ, നിങ്ങൾ പുറത്ത് ഹജ്ജ് ചെയ്യുന്ന ഈ സ്ത്രീ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം പറയുന്നത് ഇമ്രാഅത്തി, ഇതെൻ്റെ ഭാര്യയാണെന്ന്. ഞാൻ ഭാര്യനെ ഏറ്റിട്ടാണ് ചെയ്യുന്നതെന്ന് പറയണം. അപ്പോൾ ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ആശ്ചര്യം കൂറുകയാണ്. ഉമ്മൻ്റെ വിഷയത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഉമ്മനെ അത് ഉമറല്ല, പിന്നെ അത് ഇബ്നു ഉമറാണ്. ഇബ്നു ഉമർ തവാഫ് ചെയ്യുമ്പോൾ ഒരു മഹദിയെ പുറത്തേറ്റിയിട്ട് ഒരാളെ തവാഫ് ചെയ്യാണ്. അപ്പോൾ ഇന്നീല ഹൽ ബഈറു ഹൽ മുദല്ലലു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ ഒരു കവിത ചൊല്ലുന്നുണ്ട്. ഞാൻ ഈ മഹദിക്ക് അവരുടെ മെരിക്കപ്പെട്ട ഒട്ടകമാണെന്ന് പറഞ്ഞിട്ട് തവാഫ് ചെയ്യുന്ന വിഷയം. അപ്പോൾ എന്നിട്ട് ഇബ്നു ഉമറിനോട് ചോദിക്കുന്നത്, എൻ്റെ ഉമ്മയാണ്, ഞാൻ അവർക്കുള്ള ഹക്ക് നിർവഹിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ലാ വലൗ ലിസഫ്രത്തിൻ വാഹിദ, അവർ നിന്നെ പ്രസവിക്കുന്ന സമയം നമ്പരമെടുത്ത് നിശ്വസിച്ച ഒരു നിശ്വാസത്തിന് തുല്യമായിട്ടില്ല എന്നൊക്കെ പറയണ്ടല്ലോ. അത് ഉമ്മൻ്റെ വിഷയത്തിലാണ്. ഇതല്ല, ഇത് ഭാര്യൻ്റെ വിഷയത്തിൽ. എന്ന് മാത്രമല്ല, ഈ അറാബി ഉമറിനോട് പറയുന്നത്, യാ അമീറൽ മുഅ്മിനീൻ ഇന്നാ ഹംഖാഉ മിർഗാമ അകൂലുൻ ഖാമ ലാ തുബ്ഖി ലഹ ഹാമ എന്നാണ്. അമീർ മുഅ്മിനീൻ, ഞാനിങ്ങനെ ഇവരെ പുറത്തേറ്റിട്ട് തവാഫ് ചെയ്യേണ്ട ഹജ്ജുണ്ട്, ശരിയാണ്. പക്ഷേ ഇവരൊരു ഹംഖാഉ മിർഗാമ എന്നാണ്, എപ്പോഴും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കും, ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. വേണ്ടത്ര ഒരു കഥയില്ല. പിന്നെ അകൂലുൻ ഖാമ എന്നാണ്, പെരും തീറ്റയാണ്. ലാ തുബ്ഖി ലഹ ഹാമ എന്നാണ്. എല്ലാ ബന്ധുക്കാരും ഇവളെ വിഷയത്തിൽ തെറ്റിപ്പോവും. അടുത്ത ബന്ധുക്കളൊന്നും അവരോട് ഇണങ്ങി നിൽക്കില്ല, അങ്ങനത്തെ ഒരു പ്രകൃതക്കാരിയാണെന്ന് പറയുന്നു. അപ്പോൾ അമീർ മുഅ്മിനീൻ ഉമർ ചോദിച്ചു എന്നാണ്, ഇതൻ ലിമല തുതല്ലിഖുഹ, എന്നിട്ട് എന്തെങ്കിലും അവരെ തലാക്ക് ചെല്ലാത്തതെന്ന് ചോദിക്കാൻ. അപ്പോൾ ആറാബി പറഞ്ഞു എന്നാണ്, അമീറുൽ മുഅ്മിനീൻ ഇന്നഹ ഹസ്നാഉ ലാ തുഫ്രക് വദാതു ബനീൻ ഫലാ തുത്രക്. അമീറുൽ മുഅ്മിനീൻ സുന്ദരിയാണ്, അതുകൊണ്ട് അവരെ ഒഴിവാക്കാൻ വയ്യ. മക്കളുണ്ട്, സുന്ദരിയാണ്, അതുകൊണ്ട് അവരെ പണക്കാൻ വയ്യ. മക്കളുണ്ട്, അതുകൊണ്ട് അവരെ ഒഴിവാക്കാനും വയ്യ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഉമർ പറഞ്ഞു എന്നാണ്, ഇതിനാലേക്ക ബിഹ, എങ്കിൽ ഏറ്റിക്കൊണ്ട് ഇനി എല്ലാ കർമ്മങ്ങളും തുടരൂ എന്ന് പറഞ്ഞു ഉമർ പോയി എന്നാണ്. മനസ്സിലായി? ഇവിടെ ഞാനത് പറഞ്ഞത് ചില വിഷയങ്ങളിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ ഈ ഹദീയിൽ നമ്മൾ വായിക്കുന്നത് പോലെ വിയോജിക്കുന്ന, ഇഷ്ടക്കേട് അനിഷ്ടം വരുന്ന അവസ്ഥയുണ്ടെങ്കിലും ചില വശങ്ങളുണ്ട്. അതിൽ നമുക്ക് സന്തോഷിക്കുവാനും നമുക്ക് സമാധാനിക്കുവാനുമുള്ള
വിഷയങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ സന്തുലിതമാക്കിയുള്ള ജീവിതം തുടർത്തണമെന്നുള്ളതാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു വലിയ മാതൃക, തികഞ്ഞ മാതൃക അത് കാഴ്ചവെച്ചതാണ്. ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ച ആ വലിയ സംഭവം അത് നമ്മളോട് പറയുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ പറഞ്ഞ പ്രയോഗങ്ങൾ എത്ര വലിയ ആശയങ്ങളെയാണ് ആ വിഷയത്തിൽ നമുക്ക് തരുന്നത്. ഇത് കുടുംബജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൻ്റെ മഹൽ മാതൃകയിൽ നമ്മൾ വായിക്കുന്നൊരു വിഷയമാണ്. കുടുംബജീവിതത്തിൽ ഭാര്യമാർ മാത്രമല്ല, പക്ഷേ നമ്മൾ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പ്രത്യേകം ഊന്നി പറയുന്നതും ആ വിഷയം സഗൗരവം ഉണർത്തുന്നതും കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ലുകളും അടിസ്ഥാനവും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുള്ളതിനാലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ഒരു ഭാഗം പ്രത്യേകം ഊന്നി ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മീസാഖുൻ ഗലീദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. മീസാഖൻ ഗലീദ എന്ന് 3 തവണ. അതിൽ രണ്ട് തവണ അള്ളാഹു സ്വീകരിച്ച കരാറിനെ കുറിച്ചാണ് മീസാഖൻ ഗലീദ എന്ന് വന്നത്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. നാം, അള്ളാഹു പറയാണ്, നാം അവരിൽ നിന്ന് ശക്തിമത്തായ കരാർ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. രണ്ടും അള്ളാഹു സ്വീകരിച്ച കരാർ. മറ്റൊന്ന് ഇവിടെ അഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ എന്നാണ്. മറ്റൊരിടത്ത് വഅഖദ്ന മിൻകും മീസാഖൻ ഗലീദ എന്നാണ്. അവിടെ വഅഖദ്ന മിൻകും എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് ശക്തമായ കരാർ സ്വീകരിച്ചു എന്നാണ്. ഏതാ ഈ കരാർ? അള്ളാഹു സ്വീകരിച്ച കരാർ. അതിനെക്കുറിച്ച് സൂറത്തുൽ നിസായിൽ വറഫഅനാ ഫൗഖഹും അത്തൂറ ബിമീസാഖിഹിം വഖുൽനാ ലഹും ഉദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖുൽനാ ലഹും ലാ തഅദു ഫിസ്സബ്ത് വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേല്യരോട് സ്വീകരിച്ച കരാർ, അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ശക്തിമത്തായ കരാർ എന്ന്. പിന്നെ മറ്റൊരിടത്ത് പറഞ്ഞത് വഇദ് അഖദല്ലാഹു മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് സ്വീകരിച്ച കരാർ, ആ കരാറിനെ കുറിച്ച് മീസാഖൻ ഗലീദ് എന്നാണ് പറഞ്ഞത്. ഈ മീസാഖുൻ ഗലീദ് അതെത്ര ഭദ്രമായ ശക്തമായ കരാറാണ്. ഇതേ പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിൽ وكيف تأخذونه وقد أفضى بعض فكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذنا منكم ميثاقا غليظا എന്ന് പറഞ്ഞിട്ട് പ്രയോഗിച്ചത്. ഭാര്യമാർ ഭർത്താക്കന്മാരിൽ നിന്ന് സ്വീകരിച്ച കരാർ, വിവാഹ ഉടമ്പടിയുടെ സമയം ആ കരാറിനെ കുറിച്ച് പറഞ്ഞത് സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് മീസാഖൻ ഗലീദ് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. ശക്തമായ കരാറിനെ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. വിവാഹ ഉടമ്പടിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായി വിളക്കിയ ഒരു ബന്ധം അതിശക്തിയായി, ദൃഢമായി, കൃത്യമായി, പൊട്ടാതെ ചീറ്റാതെ നിലനിർത്തേണ്ടുന്നതിൻ്റെ അനിവാര്യതയും ആവശ്യകതയും അത് ശ്രദ്ധിച്ചതിനാൽ, അത് ഗ്രഹിച്ചതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് പെരുമാറിയത് എന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇത് ഇതുപോലെ കുടുംബത്തിൽ ഓരോ മെമ്പറോടും, ഇപ്പം നമ്മൾ റബീഉൽ അവ്വലിൻ്റെ
ചരിത്രങ്ങൾ വായിക്കുമ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റങ്ങളെ വായിക്കുമ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുവിയോഗം നടന്ന റബീഉൽ അവ്വലിൻ്റെ തിങ്കളാഴ്ച ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തിങ്കളാഴ്ച ദിവസം മരണാസന്നമായി കിടക്കുന്ന സമയം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് അവർ പറയുന്നത്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഫദഖലത് ഫാത്തിമത്തു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നു, ഫീ മറദിഹില്ലദീ മാത ഫീ, ആ രോഗത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്, അവിടേക്കാണ് കടന്നു വരുന്നത്. ഫറഹബ ബിഹ വഖബ്ബലഹ വഅജ്ലസഹ അൻ യമീനിഹി വ അൻ ശിമാലിഹി എന്നാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. ഫാത്തിമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഗതം ചെയ്തു, ഉമ്മ വെച്ചു, എന്നിട്ട് തൻ്റെ ഇടതുഭാഗത്തോ തൻ്റെ വലതുഭാഗത്തോ ആയിട്ട് ഇരുത്തി എന്നാണ് പറയുന്നത്. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്വീകരിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വിഷയം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആഗതമാകുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇദാ ദഖലത് അലൈഹി, തിരുസവിധത്തിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നാൽ സാധാരണഗതിയിൽ ഖാമ ഇലൈഹ, ഫാത്തിമയുടെ അടുക്കലേക്ക് എഴുന്നേറ്റ് നടന്നു ചെല്ലും. വറഹബ ബിഹ, എന്നിട്ട് ഫാത്തിമയെ വെൽക്കം ചെയ്യും. വഖബ്ബലഹ, മഹദിയെ ഉമ്മ വെക്കും. വഅഖദ ബിയദിഹ, അവരുടെ കൈ പിടിക്കും. വയതി ബിഹ, എന്നിട്ട് അവരെയും കൊണ്ടുവരും. വഅജ്ലസഹ ഫീ മക്കാനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നിടത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഇരുത്തുമായിരുന്നു എന്നാണ്. സാധാരണഗതിയിൽ ഫാത്തിമയുടെ അടുക്കലേക്ക് ഫാത്തിമ വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, എന്നിട്ട് ചൊല്ലും, എന്നിട്ട് സ്വാഗതം മോദി ഉമ്മ വെച്ച് പിന്നെ കൈ പിടിച്ച് കൊണ്ടുവന്ന് താനിരുന്നിടത്ത് ഇരുത്തുമായിരുന്നു. അതായിരുന്നു പതിവ്. പക്ഷേ മരണാസന്നനായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശയ്യാവലംബിയായി എഴുന്നേൽക്കാനാവില്ല. അതുകൊണ്ട് തന്നെ വ്യത്യാസം പറയുകയാണ്. സ്വാഗതം മോദി അടുത്ത് ഉമ്മ വെച്ച് പിന്നെ തൻ്റെ അടുത്ത് ഇരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ അതിനെ തുടർന്നാണ് സംഭവബഹുലമായ ഒരു പിതാവിൻ്റെ അവസ്ഥയെ പിന്നെ നമുക്ക് വായിക്കാൻ, മാതൃകാപരമായി വായിക്കാൻ വിധമുള്ള പല സംഭവങ്ങളും അവിടെ സംഭവിച്ചത് മഹദി ഉമ്മുൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ നിവേദനം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തിലെ മാതൃകകൾ ഇவ்விധം വളരെ ഹൃദ്യമായി ധന്യമായി പലതും നമ്മൾ വായിക്കുന്ന ഒരു അനുഗ്രഹീത വിഷയമാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേകി തുറവിയേകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഈ ഒരു വേദി ഇவ்விധം ഒരുക്കുന്നതിൽ പണിയെടുത്തവർ എല്ലാവർക്കുമുള്ള പ്രതിഫലം നാഥൻ മഹത്തരമാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം ഖബൂലാക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.